സോ അതിനുവേണ്ടി നമുക്കൊരു മികച്ച കൈയ്യടി തന്നെ പ്ലീസ് എവരിബഡി. അടുത്ത പരിപാടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് ഗെയിം ടൈം ഉണ്ട്. അപ്പം അതിനെയാണ് സൈഡിൽ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ നെക്സ്റ്റ് ഗെയിം സെഗ്മെന്റിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കതിന് അഗെയിൻ കുറച്ച് വോളണ്ടിയേഴ്സിനെ വേണം. സോ നമുക്കിതിന് കപ്പിൾസിനാണ് വേണ്ടേ? ഹസ്ബൻഡ് ആൻഡ് വൈഫ് സ്ത്രീകൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പേരായിട്ട് ഞങ്ങൾക്കൊരു 3-4 കപ്പിളുകൾ വേണം. നിങ്ങളായിട്ട് വന്നില്ലെങ്കിൽ അമ്മലയ്ക്ക് ചിരിക്കുന്നവരൊക്കെ ഞങ്ങൾ വിളിക്കും. അപ്പൊ കമോൺ, ഇതൊരു വളരെ സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ വളരെ എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ ഒരു കപ്പിൾ എടുക്കുന്നുണ്ടല്ലോ, സ്പെക്സ് വെച്ച്, ഗ്ലാസസ് വെച്ച്. പറയട്ടെ, പ്ലീസ് കം ടു ദി സ്റ്റേജ്. കമോൺ, എല്ലാവരും ഒന്ന് എൻകറേജ് ചെയ്ത് കൊടുക്കൂ. കപ്പിളായിട്ട് ഇരിക്കാത്തവര് കപ്പിൾസിനെ ഒന്ന് എൻകറേജ് ചെയ്ത് കൊടുക്കൂ. ബിബിൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടല്ലോ. ബിബിൻ കമോൺ, സിമ്പിൾ പരിപാടി, സിമ്പിൾ പരിപാടി. 2 സെക്കൻഡിൽ പരിപാടി അവസാനിപ്പിക്കാൻ തരാം. കമോൺ, ബിഗ് ക്ലാപ്പ് എവരിബഡി. ഓക്കേ, അടുത്ത കപ്പിൾസ് ആരാ? Please come to the stage, both of you. Thank you, thank you. രാജനങ്ങൾ റെഡി ആയിരിക്കാൻ പോകുന്നില്ല. രാജനങ്ങൾ സൊസൈറ്റി പറഞ്ഞിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പോരെ നേരങ്ങളെ നമുക്കൊരു താങ്ക് യു. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കപ്പിൾ റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, ഇവര് കണ്ടിട്ട് നമ്മൾ പേടിച്ചിരിക്കാൻ തോന്നുന്നു. എല്ലാവരും നമ്മുടെ കോമ്പറ്റീഷൻ പേടിച്ചിരിക്കാന്ന് തോന്നുന്നു. പക്ഷെ സ്റ്റിൽ വാക്കവർ തരുമെന്നാണ് ചോദിക്കുന്നത്. ഇവൻ വാക്കവർ സമയമില്ല. ഓക്കെ, കമോൺ, വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമുക്കൊരു 2-3 കപ്പിളിനും കൂടെ. ആരാണ് വരുന്നത് അടുത്തത്? നമ്മൾ പിക്ക് ചെയ്താൽ പൈശാചികവും ക്രൂരവുമായി മാറും. ആരാണ്? ഇവരെനിക്ക് തോന്നുന്നു ഐഡിയപരമായിട്ട് കപ്പിൾസ് ആയിട്ടിരിക്കാതെ മാറിയിരിക്കാന്ന് എനിക്ക് തോന്നുന്നു. ഞാനല്ലേ എനിക്ക് തോന്നുന്നു അവിടെ നമ്മുടെ ബിനോയ് പീറ്റേഴ്സ് ഇത് ചിരിക്കുന്നുണ്ട്. ബിനോയ് ചേട്ടൻ സോണി ചേച്ചി പോലെ ഒരു വലിയ നമുക്ക് അവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് അവർ വിചാരിച്ചത്. ഞങ്ങള് കഷ്ടപ്പെട്ടാണ് നിങ്ങളെ കണ്ടുപിടിച്ചത്. ഒരാൾ കൂടെ, ഒരു കപ്പിളും കൂടെ. എന്തോ പറയണ്ടല്ലോ. കപ്പിൾസ് ആയിട്ട് ആരും കാണാനില്ലല്ലോ. താങ്ക് യു. ഒരു കപ്പിളും കൂടെ. അല്ലെങ്കിൽ നമുക്ക് ബിബിനോ അല്ലെങ്കിൽ ബിനോയ് ചേട്ടനോ ഒരു അവസരം കൊടുക്കാം. അവര് പിക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പണി കൊടുക്കാൻ താല്പര്യമുള്ള ആരാളെ കുറച്ച് കാലമായിട്ട് വിചാരിക്കുക നിങ്ങൾ പിക്ക് ചെയ്യണം. ഒരാൾ കൂടെ. എനിക്ക് സുപരിചിത കുറെ പേരോട് ഇരിക്കുന്നുണ്ട്. അവരുടെ പേര് നോക്കുമ്പം അവരുടെ കപ്പിളാക്കാൻ അവരുടെ ബാക്കി ഭാഗം അവിടെ ഇല്ല. അപ്പൊ അത് കാരണം കൊണ്ടാണ് കപ്പിളായിട്ടാണ് ഇരിക്കുന്നത്. പ്രവീൺ ഈ പരിപാടിക്ക് എന്നെ ചെയ്താന്ന് തോന്നുന്നു. അനു പ്രവീൺ വരുന്നുണ്ടോ? ഇവര് രണ്ടുപേരോ വരുന്നുണ്ടോ സ്റ്റേജിലേക്ക്? ആരെങ്കിലുണ്ടോ? ഒരാളും കൂടെ. ഒരു കപ്പിളോടെ പറയാം പ്ലീസ്. നിങ്ങളുടെ കരുത്ത് കളിക്കൂ. കപ്പിൾ നമ്മുടെ ബിനോയ് ഡോക്ടറും വ്യക്തിയും അവിടെ പോയി. അവർ വിട്ടിരിക്കണ്ടായിരുന്നല്ലോ. നമുക്ക് കാണാൻ പറ്റുന്നില്ല അവരുടെ എവിടെയാണ്. അതാ പ്രശ്നം. നിങ്ങളുടെ വലിയ മനസ്സിന് ഈ കപ്പിളിന് പ്രത്യേകത ഇവരെ വിളിക്കാതെ തന്നെ ഇവര് സ്വയം കുഴിയിൽ ചാടാൻ റെഡിയാവുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത ടാസ്ക് കൊടുക്കാം. ചെറിയ കുഴി എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബിബിൻ, ഐഷ,
ശ്രുതി. ഇവർക്ക് ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് പരിപാടി. സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. നമ്മൾ ഇവരിൽ എല്ലാവരെയും ഒരു ബാത്റൂം കോഴ്സ് കൊടുക്കും. ഇവര് അതായത് പുരുഷന്മാരെല്ലാം കൊടുക്കുന്നത്. ഇവര് സ്ത്രീകളെ സാരി ചുറ്റിക്കണം. സാരി ഡ്രൈവിംഗ് ആണ്. അപ്പോ ഇത് സത്യം പറയുന്നത് ഹസ്ബൻഡ്സ് അപ്രീസിയേഷൻ ഡേ ആണെന്ന് ഞാൻ കേട്ടു. പക്ഷെ ഇതൊരു പണിയാൻ പോയി ഹസ്ബൻഡ്സിന്. എന്നിരുന്നാലും ഇവര് ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ഇന്നിവിടെ ഭാര്യമാരെ സാരി ചുറ്റിച്ച് താക്കുന്നു അടങ്ങും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതില് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബാത്റൂം റൂംസ് ടിഷ്യൂ റൂംസ് എത്തിയിട്ടുണ്ട്. സാരി വേണോ? ഓക്കെ, അതാണ് ശീലം എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഈ ബാത്റൂം റൂംസ് കട്ടായി പോകാൻ പാടില്ല, മുറിയാൻ പാടില്ല. വളരെ സൂക്ഷിച്ച് വേണം ഇത് എടുക്കാൻ. പിന്നെ ഇത് എത്രയും പെട്ടെന്ന് ഈ റോള് തീർക്കുന്ന ആളാണ് നമ്മുടെ വിന്നർ. ഓക്കെ, അപ്പൊ ഒട്ടും സമയം കളയാതെ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ഹസ്ബൻഡ് അപ്രീസിയേഷൻ വീട്ടില് 10 മടങ്ങ് മാറ്റി വെക്കുന്ന ഒരു ഗെയിമാണ് ഞങ്ങളെ വന്നിരിക്കുന്ന ഈ അപ്രീസിയേഷൻ വേണം. അതെ, അപ്പൊ നമുക്ക് ഇവിടെ നേരം നിന്നാലും ദിനാഴ്ചകൾ പോലെ എല്ലാ കപ്പിൾസും ഒന്നിനോടൊന്ന് മെച്ചാണ്. ഇവരിത് കൊണ്ടേ പോകുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ റെഡിയാണോ? ഓക്കെ, 3 കപ്പിളേ ഉള്ളൂ ആ ബാത്റൂം ബോക്സ് കൊടുത്ത്. നിങ്ങൾ ഓൾറെഡി ഓക്കെ. നമുക്ക് ഒരു കപ്പിളും കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടർ ബിനോയ് ആൻഡ് റിറ്റി, കം ടു ദി സ്റ്റേജ്. ലെറ്റ്സ് ഗിവ് ദം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. നമ്മുടെ ഈ ഗെയിമിനെ കുറിച്ച് അറിഞ്ഞപ്പോ ഇത് ഞങ്ങൾ എന്ന് കളിക്കുന്ന കളിയാണ്, ഞങ്ങൾ ഇത് കൊണ്ട് പോകുള്ളൂ എന്ന് പറഞ്ഞ് വാശിയോടെ വരെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ഒരു റോളും കൂടെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് കേട്ടായിരുന്നോ? ഇല്ല. പിന്നെ ഡോക്ടർ പറഞ്ഞത് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കേൾക്കേണ്ട കാര്യമില്ല, കളിയിലേക്ക് ഞങ്ങൾ തുടങ്ങാറില്ല. ഓക്കെ, സോ ഞാൻ പറഞ്ഞ ഒന്നുമില്ല. നമ്മൾ ഈ റോള് വെച്ച് സാരി ചുറ്റാണ് പിന്നെ ഇത് നമ്മുടെ ഭർത്താവ് കൊണ്ടുപോയിരിക്കും എന്നാണ് പറ്റി പറയുന്നത്. അപ്പോ ഇത് ചുറ്റിക്കുമ്പോൾ നമുക്ക് ഈ സംഭവം മുറിഞ്ഞു പോകരുത്, കട്ടായി പോകരുത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും ആദ്യം തീർക്കുന്ന ആളാണ് ശരിയായിട്ട് തോന്നണം നമുക്കത്. ഓക്കെ, ഇത് ചുറ്റിപ്പം ഒരു 12 തീ വെക്കാവുന്ന പോലെ ആവരുത്. അപ്പൊ സാരി ആക്കി മാറ്റാൻ ശ്രദ്ധിക്കുക. റെഡി എവരിബഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എല്ലാവരും ഒന്ന് എൻകറേജ് ചെയ്ത് കൊടുക്കുക. യെസ്, ബിബിൻ ആഴ്ചയുടെ ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാശിയോടെയുള്ള മത്സരമാണ്. കമോൺ ചുറ്റിക്കോ. ചുറ്റിച്ചോ. കുഴപ്പമില്ല, പൊട്ടിപ്പോയിട്ടുണ്ട്. അന്ന് കുഴപ്പമില്ല. പോട്ടെ. ആരും ഈ ടോയ്ലറ്റ് റൂംസ് വെട്ടിക്കൊണ്ടുവരുന്നത് നമുക്ക് വേറെ ഉണ്ട്. ഓക്കെ, കമോൺ. Almost there. Wow, super. Come on. കട്ടിയുണ്ടല്ലോ, ഇത് തീർക്കണം. റോള് തീർക്കണം. സാരി പോലെ തോന്നണം നമുക്ക്. Good job everyone. Yes, okay. മുറിഞ്ഞാലും കുഴപ്പമില്ല. സാരിയില്ല. കുറച്ചൊക്കെ പൊട്ടിയൊക്കെ പോവും, കുഴപ്പമില്ല. ഹസ്ബൻഡ് അപ്രീസിയേഷൻ വീക്കിന് ഇങ്ങനെ ഒരു പണി വേണ്ടായിരുന്നു. ഇവിടെ ഒരാൾക്ക് തല ഇറങ്ങുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെ സാരി ചുറ്റിയിട്ടില്ല, അതുകൊണ്ടാണ്. അടിപൊളി. അവിടെ എൻകറേജ്മെന്റ് അല്ലേ, ഇവർക്കുള്ള എൻകറേജ്മെന്റ് അവിടെ. പോരട്ടെ. പിന്നെ റോളൊക്കെ ഞങ്ങൾ എറിയുന്നുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് തീർന്നു. തലയിറങ്ങുന്നുണ്ട്. ഭാര്യമാര് ഭർത്താക്കന്മാരൊന്നും പിടിക്കുന്ന തലയിറങ്ങുന്നുണ്ട് എല്ലാവരും. ഓക്കെ, എന്താണ് ഓഡിയൻസിന്റെ അഭിപ്രായം? ഇതിനകത്ത് ആരെയാണ് സാരി കൊണ്ട് തോന്നുന്നത്? പറയൂ. ഓഡിയൻസ്
ഒരു തീപ്പെട്ടി ഉണ്ടായിരുന്നെങ്കിലും ഇതാണ് ഇതിന്റെ ട്രോഫി, തിരിയിട്ട് കത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്നിനോടൊന്ന് മെച്ചാണെന്ന് തോന്നുന്നു അല്ലേ? എന്നാലും നമ്മള് നാലുപേരും and also Bibin and Aisha. ആയിഷ അവരെ They both are almost same. സെയിം ആയിട്ട് അവര് നന്നായിട്ടുണ്ട്. സാരി വിനോദി പിന്നെ ബിബിന്റെ ആയിഷയുടെ നന്നായിട്ടുണ്ട്. എന്നാലും നമ്മുടെ വിനോദ് സോണിയ പേരും ഒന്നും മോശമല്ല. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. ദീപകിന്റെയും നന്നായിട്ടുണ്ട്. ഇതൊരു വെസ്റ്റേൺ സാരിയാണെന്നോ അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ സാരിയാണെന്നോ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് കൊടുക്കാം. അപ്പൊ എല്ലാവർക്കും നമുക്ക് ഓരോ പ്രൈസ് കൊടുത്തേക്കാം അല്ലേ? ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഓക്കെ, ഓരോന്നോരൊന്ന് പിടിച്ചോ. ഇതിൽ മുഴക്കി പോണതല്ലേ? ഈ ടിഷ്യൂ കൊണ്ട് വീട്ടിൽ പോകുമ്പോൾ ഒരാഴ്ച ടിഷ്യൂ മേടിക്കണ്ടെന്നാണ് പറയുന്നത്. ഇത് കൊണ്ട് വീട്ടിൽ പോകാന്നാണ് ചോദിക്കുന്നത്. വേണ്ട, വരാം, കുഴപ്പമില്ല. അപ്പൊ താങ്ക്സ് അഗൈൻ ഇവിടെ വന്ന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഞങ്ങളെ വിജയിപ്പിച്ചതിന് നിങ്ങൾക്ക് നന്ദി. താങ്ക് യു. നമ്മുടെ സ്റ്റേജിൽ നിന്ന് താഴെ വിടാതെ